പരീക്ഷയ്ക്ക് കാണിച്ചു വെക്കേണ്ട ഒരു അഭ്യാസമായിട്ടല്ല വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. പരീക്ഷ വെറും ഒരു ടെസ്റ്റിങ് മാത്രമാണ്, ഒരു സൈഡിൽ. നമുക്ക് മുമ്പോട്ടൊരു ജീവിതം കിടക്കില്ലേ. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാചകമുണ്ട്, ഈ വരുന്ന സെമസ്റ്റർ എക്സാമോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എൻഡ് എക്സാമോ എഴുതാൻ പോകുന്ന ആളുകളായിട്ടല്ല ഞാൻ നിങ്ങളെ കാണുന്നത്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കും, ഇതാണ് എൻ്റെ കൺസേൺ. അല്ല, നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു, ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു കൺസേൺ ആണ്. ആ ഒരു കൺസേൺ വെക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ശരിക്കും വൈശേട്ടൻ പറയുന്ന പല കാര്യങ്ങൾ, ഈവൻ കണ്ടന്റിലൂടെ ആണെങ്കിലും പ്രഭാഷണങ്ങളിലൂടെയാണ് സംസാരിക്കുന്ന പല വിഷയങ്ങളിലും ശരിക്കും നമ്മളത് പ്രതീക്ഷിച്ചത് ഇത് എൻ്റെ അധ്യാപകൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ചാൻസ് ഓഫ്, കാരണം ഇത് പറഞ്ഞു തരാൻ നമ്മൾ സമൂഹത്തിൽ നിയോഗിക്കപ്പെട്ടത് ഒരു മേജർ ഓഫ് ആ ഒരു കൺസേൺ അധ്യാപകരിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശമെന്നോ അല്ലെങ്കിൽ സംഭവിക്കാത്ത ഒരു കാര്യമെന്ന രീതിയിൽ നമുക്കത് മേജർ ഓഫ് 90% കുട്ടികളിലേക്ക് അത് ലഭിക്കുന്നില്ല പല വിഷയങ്ങളിലും. അതിപ്പം വൈശേട്ടനെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഏത് വിഷയങ്ങളാണ് എന്ത് കാര്യങ്ങളാണ് എന്നുള്ളത്. സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ലെവൽ ഓഫ് തോട്ട്സ്, എന്ത് തോട്ട്സ് ആണെങ്കിലും. എന്തുകൊണ്ടാണ് ശരിക്കും അധ്യാപകർക്ക് അതിന് സാധിക്കാതെ പോകുന്നത്? അധ്യാപകർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ മാത്രം നമുക്കങ്ങനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. അധ്യാപകർ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തിലെ ബാക്കി എല്ലാ മനുഷ്യരെയും പോലെ ഒരു മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ അധ്യാപകരായിട്ടും ജോലി ചെയ്യുന്നത്. എല്ലാ ജോലിയും പോലെ ഒരു ജോലിയാണ്. അധ്യാപകരും ഡോക്ടർമാരുമാണ് പൊതുവെ സ്വയം പുകഴ്ത്തുന്ന പോസ്റ്റുകൾ ഇടുന്നത്, അത് വേറെ കാര്യം. അധ്യാപക ദിനത്തിന് എല്ലാ ജോലികളെയും സൃഷ്ടിക്കുന്ന ജോലി എന്നൊക്കെ അധ്യാപകർ പറയും. അതവിടെ നിന്നാലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വണ്ടിക്ക് റീൽ സെയിൽ വാല്യൂ ഉണ്ട് അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും. അതെ, പക്ഷെ അതെന്ത് തന്നെ ആയാലും അടിസ്ഥാനപരമായിട്ട് എല്ലാ ജോലിയും പോലൊരു ജോലിയാണിത്. നിങ്ങൾ ചെയ്യുന്നത് ജീവനുള്ള ഫയലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ചില അധ്യാപകരൊക്കെ പറയും. ഫയലുകൾ തിരിച്ച് സംസാരിക്കും. മറ്റ് നിങ്ങളൊരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫയലുകൾ നിങ്ങളടുത്ത് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യില്ല. ഫയൽ ജീവനുള്ള ജീവിതമുള്ള ഫയലുകളാണ്, അതേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ നമ്മളൊരു തൊഴിലാണ് ചെയ്യുന്നത്. അപ്പം വിദ്യാഭ്യാസം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് വിദ്യാഭ്യാസം എന്നുള്ളത് അധ്യാപകർ മാത്രം ആലോചിക്കേണ്ട വിഷയമല്ല, ഈ വിദ്യാർത്ഥികളും ആലോചിക്കണം. കോളേജ് വിദ്യാഭ്യാസം അഡൾട്ട്സാണ്, അവർക്ക് ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രായവും ഒക്കെ ആയവരാണ്. പിന്നെ സ്കൂളിലാണെങ്കിൽ അവിടേക്ക് പോകുന്ന അധ്യാപകർ മാത്രമല്ലല്ലോ, കുട്ടികളെ ഷേപ്പ് ചെയ്യുന്ന പാരൻസ് ഉണ്ട്. പാരൻസ് എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വലിയ ചോദ്യമാണ്. പാരൻസ് എന്ന് പറഞ്ഞാൽ പാരൻസ് അല്ലാത്ത വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഭൂരിഭാഗം ആളുകൾക്ക് മക്കളുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ കാണുന്നത് അധ്യാപകരുടെ കുഴപ്പം കൊണ്ടാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അധ്യാപകർക്ക് കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അധ്യാപകരുടെ കുഴപ്പം അധ്യാപകരെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ മാത്രം കുഴപ്പമല്ല ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമാണ്. വിദ്യാഭ്യാസം എന്തിനാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ എന്തിനാണ് ആ ജോലി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ മനുഷ്യരെ. അത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ, അധ്യാപകർക്കും എക്സെപ്ഷൻ ആവാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ അധ്യാപകർക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പോരായ്മ അവിടെ സംഭവിക്കുന്നത്. അതായത് വിദ്യാർത്ഥി അങ്ങോട്ട് അയക്കുമ്പോൾ പാരൻസ് പറയുന്നത് എന്താണ്, ഈ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കാം, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിയിട്ട് ഇത് നാളെ പ്രദർശിപ്പിച്ച് ഒരു ജോലിക്ക് എങ്ങനെ ഉപയോഗിക്കാം. ഇതാണ് പാരൻസും വിചാരിച്ചിരുന്നത്, അവരുടെ കുട്ടികൾക്കും പാരൻസ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ അധ്യാപകരും പാരൻസ് ആണല്ലോ, സിസ്റ്റം അങ്ങനെ ആയിരുന്നു നമ്മൾ വിശ്വസിച്ചു. സമൂഹം അങ്ങനെയാണ്. അത് മാറണം എന്നുള്ളതാണ് എന്നെ പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നൊക്കെ സ്കൂളുകളുടെയൊക്കെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എഴുതുന്നവർക്ക് മനസ്സിലായിട്ടില്ല, അറിയില്ല. അതാണ് പ്രശ്നം. ഈ പേരൻറ്റിങ്ങിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ, ഈ പേരൻറ്റിങ്, ഈ ടോക്സിക് ആയിട്ടുള്ള പേരൻറ്റിങ് ആണോ ഈ പറഞ്ഞ പോലെ വിശ്വാസങ്ങളെ കൂടുതലായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്? ടോക്സിസിറ്റി വേറൊരു പ്രശ്നമാണ്. വിശ്വാസി അല്ലാത്ത പാരൻസിനും ടോക്സിക് ആവാൻ പറ്റും. അത് വേറൊരു സ്വഭാവമാണ്. പ്രത്യേകിച്ച് ഈ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ വെച്ചിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം ഇത് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നൊരു വാക്ക് ടോക്സിക്. അത് നമ്മൾ ഈ പറയുന്നില്ല, പുതിയ ജനറേഷൻ വാക്കുകൾ പൂർണ്ണമായി മനസ്സിലാകാതെ അബ്സോർവ് ചെയ്യുന്നൊരു പ്രശ്നം ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പല വിദ്യാർത്ഥികളുടെയും പ്രശ്നം എന്നല്ല, അവർ പറയുന്നത് അവർക്ക് ഡിപ്രഷനാണെന്നാണ്, അവരുടെ പാരൻസ് ടോക്സിക് ആണെന്നാണ്, സിനിമയ്ക്ക് പൈസ കൊടുക്കാത്തതൊക്കെ ടോക്സിസിറ്റി ആണെന്ന് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഞാൻ ആ വാക്കുകൊണ്ട് എനിക്ക് വാക്കാണ്. ആ പ്രശ്നമാണ്. ഞാൻ പാരൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാരൻ്റ് അല്ല, ഓക്കെ, പക്ഷെ പാരൻസിനെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ് ഞാൻ. വിദ്യാർത്ഥികൾ എങ്ങനെ മുമ്പിൽ കാണുന്ന വിദ്യാർത്ഥികളായി എന്നറിയാൻ കൗതുകമുള്ള ഒരാളാണ്. അത് പൊതുവെ ഞാനൊരാളെ മനുഷ്യന്, നമ്മളൊക്കെ ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ കുറ്റം പറയുമല്ലോ സർക്കിളിലൊക്കെ, അപ്പോൾ ഞാനെപ്പോഴും വേറൊരു സൈഡോട് ആലോചിക്കും, ഇവരെങ്ങനെയാണ് ഈ കുറ്റം പറയപ്പെടുന്ന ആളായിട്ട് മാറിയത്. അപ്പോൾ ബാക്കിലൊരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയാണ് മനുഷ്യൻ, എല്ലാ ഗുണ്ടക്കും ഒരു കഥയുണ്ടാകും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായാൽ പോലും ഒരാൾ മോശം പെർഫോമൻസ് ആണ് തുടർച്ചയായിട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു സ്റ്റോറി ഉണ്ടാവും. അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ അയാൾ എന്താണ് വിദ്യാഭ്യാസം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, എന്താകാരണമെന്നാണ് അയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടുകാരോട് പകയുള്ള വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പാരൻസിനോട് പകയാണ് അവർക്ക്.
അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളെ കൊല്ലുന്ന ആളുകൾ പോലും കൊല്ലുന്നതിനപ്പുറം ഇവർ കരുതുന്നത് ഞാൻ പഠിക്കാതിരിക്കുന്നത് വഴി ഈ പകയാണ് ഞാൻ വീട്ടിൽ നിന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ എന്താണ് ഈ പ്രശ്നം ആരെ ഞാൻ ചോദിച്ചാൽ ഈ പഠിക്കാതിരിക്കുന്നതുകൊണ്ട് ഇത് സഫർ ചെയ്യാൻ പോകുന്നത് ഈ പാരൻസ് ആണോ നീയാണോ അത്. അപ്പോൾ നമ്മൾ അത് കുട്ടികൾ അങ്ങനെ വിചാരിക്കും ചെറുപ്പത്തിൽ കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഉള്ളൂ പ്രതിഷേധിക്കാൻ ഒരു മാർഗം. അച്ഛൻ എനിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് പഠിക്കാൻ കൊണ്ടാക്കി, ഓക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം പഠിക്കാൻ അനുവദിച്ചില്ല, ഞാനിത് പഠിക്കില്ല. അയാൾക്ക് ആ പ്രതിഷേധത്തിന് വകുപ്പുള്ളതുകൊണ്ട് ആ പ്രതിഷേധം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വലിയൊരു ചരിത്രം ഒരു സ്റ്റുഡൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് അഡൽട്ട് ആയതുകൊണ്ട്. ഇപ്പോൾ ഒരു സ്കൂൾ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ചരിത്രമായിരിക്കും, പ്രായം കുറവായിരിക്കും. അതല്ല, അപ്പോൾ ഞാൻ ആ ആളുകൾ എങ്ങനെ ആകുന്നു എന്ന് ശ്രമിക്കുന്ന ആളാണ്. അപ്പം എൻ്റെ ഒരു ഒബ്സർവേഷൻ ഭൂരിഭാഗം ആളുകളും ഈ പാരൻസ് മക്കളെ കാണുന്നത് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. ഇത് ഇവരറിയാതെ പറയുകയും ചെയ്യും, ചെറിയ പ്രായം മുതലേ കുട്ടികളടുത്ത് പറയും, വയസ്സാങ്കാലത്ത് അവരെ നോക്കാൻ. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അമ്മ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഞാനും അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ പ്രശ്നം വെച്ചാൽ പാരൻസിനോട് ഒരു അടുപ്പം എന്നതിനപ്പുറം വിധേയത്വമോ പേടിയോ ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെയാണ് പലപ്പോഴും സ്റ്റുഡൻസിനെ നയിക്കുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എടുക്കുക. ചില ആളുകൾക്ക് ഉത്തരവാദിത്വ ബോധം അവരങ്ങനെ തന്നെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് പാരൻസ് എത്ര വയസ്സായാലും അവരെത്ര അവശരായാലും ഞാൻ നോക്കണം, അത് അവരുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാർ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതും പാരൻസിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന ഒരു കരുതലുണ്ടല്ലോ, അതിൻ്റെ പുറത്ത് ആൾക്കാർ കെയർ ചെയ്യും. പക്ഷേ അതാണ് പലപ്പോഴും നമുക്ക് ഈ വ്യത്യാസം കാണുന്നത്. ഈ പാരൻസിനെ വയസ്സാകാലത്ത് നോക്കുന്ന ആളും സ്നേഹം കൊണ്ടായിരിക്കണം എന്നില്ല ചിലപ്പോൾ നോക്കുന്നത്. അവർ കരുതുന്നത് അവരെന്നെ വളർത്തിയവരല്ലേ, ഞാനല്ലേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നേരെ മറിച്ച് അങ്ങനെയല്ല, അച്ഛനെ അമ്മയാണ് ഒരു മനുഷ്യർ, നമുക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യരാണ്, അങ്ങനെ നോക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ടോക്സിസിറ്റി ചോദിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. പാരൻസും സ്റ്റുഡൻസും മീൻസ് മക്കളും തമ്മിലുള്ള ബന്ധം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ വെറുതെ ഒറ്റ സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ പറയുമെങ്കിലും പലരും പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു പല ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പാരൻറ്റിങ് നടന്നിട്ടില്ല, ഈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ അച്ഛൻ നല്ല കോഴ്സ് ഫിസിക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫിസിക്സ് എടുത്താണ്, എനിക്ക് ഫിസിക്സ് താല്പര്യമില്ലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ കുട്ടികളുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ് അവർ. പോസ്റ്റ് ഗ്രാജുവേഷന് ഫിസിക്സ് അതായത് നമുക്ക് താല്പര്യമില്ലാതെ ഫിസിക്സിനെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പീഡനമാണെന്ന്. കാരണം ഫിസിക്സിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരം ചീത്തപ്പേരുള്ള കുറേ ഇക്വേഷൻസും ഒക്കെ ഉണ്ടല്ലോ, ആ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ അത് ശരിക്കും ഒരു അക്ഷരാർത്ഥത്തിൽ പീഡനമാണ്. അപ്പോൾ നമ്മളങ്ങനെ അവരോട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, അച്ഛൻ ഇത് പറയുമ്പോൾ അച്ഛൻ്റെ ജോലി എന്താണ്? അച്ഛന് ഫിസിക്സോട് ഒരു ബന്ധവുമില്ല, അച്ഛൻ എവിടുന്നോ കിട്ടിയൊരു ഐഡിയ ആണ് ഫിസിക്സ് ആണ് നല്ല കോഴ്സ് എന്ന്, അതങ്ങ് അടിച്ചേൽപ്പിച്ചേക്കും. ഇപ്പോൾ അച്ഛനൊരു ഫിസിസിസ്റ്റാണ് അല്ലെങ്കിൽ അച്ഛനൊരു ഫിസിക്സ് ടീച്ചറാണെന്ന് വെച്ചോളൂ, ഒരു ന്യായമെങ്കിലും പറയാം. അദ്ദേഹത്തിന് സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ചിലപ്പോൾ അതുമല്ല, പുള്ളിയും ഫിസിക്സ് പഠിച്ചിട്ടില്ല, പുള്ളിക്ക് ചിലപ്പോൾ അത് എന്താന്ന് പോലും എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരാളിൽ ഒരു അഡൽട്ടായ ഒരു വിദ്യാർത്ഥിയിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ടോക്സിക് എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷേ സ്വതന്ത്രമായിട്ട് മക്കളെ ഇൻഡിവിജ്വൽസായിട്ട് അംഗീകരിക്കാതെ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ച് പേരുടെ പ്രശ്നമല്ല, ഭൂരിഭാഗം ആളുകൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മക്കളെ കുഞ്ഞുനാൾ മുതലേ പറയും വയസ്സാം കാലത്ത് ഞങ്ങളെ നോക്കേണ്ടവരാണ്. പക്ഷേ എന്നിട്ട് ചോദിക്കും നിനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. സ്ഥിരം ക്വസ്റ്റ്യനാണ് നിനക്കുണ്ട്. പക്ഷെ പ്രശ്നമുണ്ട്, ഇവർ നാളെ ഈ എവിടെയെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ടേ അവർ ചോദിക്കും ഇവിടെ എന്താ കുറവ്, എല്ലാം. അപ്പോൾ അവിടെ നഴ്സിംഗ് ഉണ്ട്, നഴ്സിംഗ് സപ്പോർട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ എന്താ കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സിംഗ് ആവുന്ന ഒരു എലമെന്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ എലമെന്റ് വിദ്യാർത്ഥികൾക്ക് മിസ്സാവുന്നുണ്ട്. അത് പക്ഷെ അപ്പോഴേ പാരന്റ്സിന് മനസ്സിലാവും, അവിടെ ചെല്ലുമ്പോഴേ ഇവർക്ക് എന്താണ് ആ മിസ്സിംഗ് എന്നുള്ളത് മനസ്സിലാവും.